മുഖ്യശത്രു ദിലീപ് എന്ന അതിജീവിത കോടതിയിൽ. സിനിമയിലും പുറത്തും മറ്റ് ശത്രുക്കളില്ല. ദിലീപ് കാവ്യ ബന്ധം എല്ലാവർക്കും അറിയാമായിരുന്നു. മഞ്ജു വാര്യരോട് മാറ്റി പറഞ്ഞില്ലെങ്കിൽ സിനിമാഭിനയം നിർത്തിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും മൊഴി. മാർട്ടിൻ പ്രചരിപ്പിച്ച വീഡിയോ നീക്കണമെന്ന അതിജീവിതയുടെ പരാതിയിൽ കേസെടുക്കാൻ പോലീസ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ വീണ്ടും അറസ്റ്റ്. മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ശ്രീകുമാർ അറസ്റ്റിൽ. രേഖകൾ വേണമെന്ന ഇഡി ആവശ്യത്തിൽ വിജിലൻസ് കോടതിയുടെ വിധി മറ്റന്നാൾ. സ്വർണ്ണക്കൊള്ളയിൽ കടകംപള്ളി സുരേന്ദ്രനെതിരെ തെളിവ് നൽകുമെന്ന് വി.ഡി. സതീശൻ. ഹാജരാക്കാൻ കടകംപള്ളിയുടെ വെല്ലുവിളി. പോറ്റിയെ കേറ്റി എന്ന പാരഡി ഗാനത്തിനെതിരെയായ പരാതിയിൽ പ്രാഥമിക അന്വേഷണം. ഡിജിപിക്ക് നൽകിയ പരാതി എഡിജിപിക്ക് കൈമാറി. പാട്ടിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാൻ സിപിഎം, പരിഹസിച്ച് കോൺഗ്രസ്. സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലറായി സിസ തോമസ് ചുമതലയേറ്റു. നിയമനം ഗവർണർ സർക്കാർ അനുരഞ്ജനത്തിനൊടുവിൽ. പഴയ കാര്യങ്ങൾ ചികഞ്ഞെടുക്കേണ്ടതില്ലെന്ന് സിസ തോമസ്. ഇനിയിപ്പം അതെല്ലാം ഇന്നിപ്പം എനിക്കൊരു സ്വീകരണം കിട്ടി വരാൻ സാധിച്ചെങ്കിൽ മുന്നോട്ട് നോക്കിയാൽ പോരെ. നമ്മൾ പഴയ കാര്യങ്ങൾ ഇനി ചികഞ്ഞെടുക്കേണ്ട കാര്യമുണ്ടോ? തിരുവനന്തപുരത്ത് മേയർ സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ ബിജെപിയിൽ ചർച്ചകൾ. രാജീവ് ചന്ദ്രശേഖർ ഡൽഹിയിൽ. കൊച്ചി കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ സ്ഥാനം വേണമെന്ന മുസ്ലിം ലീഗ്. മുന്നണി വികസനം അജണ്ടയിലില്ലെന്ന് ആവർത്തിച്ച് പി.ജെ. ജോസഫ്. തെരഞ്ഞെടുപ്പിൽ പ്രകടമായത് ഭരണവിരുദ്ധ വികാരമെന്ന് കത്തോലിക്ക കോൺഗ്രസ്. പാലക്കാട് വ്യവസായിയെ തട്ടിക്കൊണ്ടുപോകാൻ ക്വട്ടേഷൻ നൽകിയത് ഉന്നത രാഷ്ട്രീയ നേതാവെന്ന സൂചന. പിന്നിൽ റിയൽ എസ്റ്റേറ്റ് ഇടപാടെന്നും വിവരം. കേസിൽ നിർണായക ദൃശ്യങ്ങൾ ന്യൂസ് 18. മോനെ അലി, എടാ 70 കോടി ഉറുപ്പ്യ ഞാൻ വളരെ പൈസ പറ്റിയതുണ്ട്. ആ പൈസ ഈ ആൾക്കാർക്ക് കൊടുക്കേ. ഇതിൻ്റെ ഒരു തെറ്റ് പറ്റിയതാണ്. എടാ അലി, ആ പൈസ അവർക്ക് കൊടുക്ക്. പോലീസുകാരെ പിന്നാലെ പോയിട്ട് ഒരു കാര്യമല്ല. ഒരു ന്യൂസിലും കാര്യത്തിലൊന്നും വേണ്ട. ഓർക്ക് കൊടുക്കണ പൈസ കൊടുക്കണ. ഓർക്ക് ഞാൻ കൊടുക്കേണ്ട പൈസയാണ്. ഓലെ ഞാൻ കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതാണ് 70 കോടി കൊടുത്തിട്ട്. അല്ലാ